പെയ്യുന്ന മഴയില്ലേ, ചങ്ങനാശ്ശേരി നമ്മൾ ക്യാമറ ഓൺ ചെയ്ത ആ കാലത്ത് തുടങ്ങിയ മഴയാണിത്. ഇതിന് യാതൊരു ശമനം ഉണ്ടായിട്ടില്ല. നരിവേട്ടയോട് അല്ലെങ്കിൽ നമ്മുടെ സിനിമയോട് ഇത്രയും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച മറ്റൊരു പ്രതിഭാസ പ്രകൃതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ചങ്ങനാശ്ശേരി മഴയായിരുന്നു, വയനാട്ടിൽ പോയപ്പോൾ അവിടെ മഴയായിരുന്നു, നല്ല വേനൽക്കാലത്തും മഴയായിരുന്നു. അപ്പൊ അത്രമേൽ ഇഷ്ടമുണ്ട് നമ്മളോട് മഴയ്ക്ക് എന്ന് ചങ്ങനാശ്ശേരി പിന്നെ ജൂലൈയിലായിരുന്നു നോക്കാം, മറ്റത് ഡിസംബറിലൊക്കെയാണ്. കാട് ഭയങ്കര പ്രശ്നമാണ്. എന്ന് വെച്ചാൽ ഇത്രയും പേരെ നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ അലർട്ട് കൊടുക്കും. പക്ഷെ ചില ആൾക്കാരൊക്കെ മൂത്രമൊഴിക്കാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കാട്ടിലേക്ക് കടുവയൊക്കെ ഉള്ള സ്ഥലമാണ്. എന്ന് മാത്രം പിന്നെ നമ്മൾ അതിനകത്ത് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കാനും പാടില്ല. റെസ്ട്രിക്റ്റഡ് ഏരിയ അല്ലേ, അപ്പൊ അവിടെ ഷൂട്ടിന് പെർമിഷൻ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട്. മധ്യപ്രദേശ് സർക്കാരിന്റെ കയ്യിലുള്ള ഒരു പ്രൈവറ്റ് കാർഡാണ്. അപ്പൊ അത് സ്വാതന്ത്ര്യത്തിന് മുൻപേ ഒരാളുടെ കയ്യിലുണ്ടായിരുന്നത് അത് മധ്യപ്രദേശ് സർക്കാരിന്റെ ഒരു ഫിനാൻസ് സ്ഥാപനത്തിൽ അയാൾ പണയം വെക്കുകയും അത് പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം അത് മധ്യപ്രദേശ് സർക്കാരിന്റെ കയ്യിലേക്ക് ആവുകയും ചെയ്യും. അങ്ങനെയാണ് അത് ഇങ്ങനെ ഏറ്റെടുക്കാനുള്ള പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കഥയിൽ CK ജാനു എന്ന് പറയുന്ന റിയൽ വ്യക്തിയെ സ്മരിപ്പിക്കുന്ന രീതിയിൽ ശാന്തി എന്ന് പറയുന്ന ഒരു കഥാപാത്രം വരുന്നു. അത് അഭിനയിച്ച് ഫലിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്. കാരണം നമുക്ക് ഓൾറെഡി അറിയാവുന്ന, നമ്മളൊരു കാലഘട്ടത്തിൽ നമുക്ക് വളരെ സാഹസികമായിട്ട് തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവരുടെ ഇരിപ്പിൽ പോലും ആ മാനറിസംസ് കൊണ്ടുവരിക, ഇവർ സംസാരിക്കുന്ന ഭാഷ, ഇതൊന്നും മലയാള സിനിമയിൽ ഒരു പക്ഷേ ഈ ഒരു ഭാഷ ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞ സിനിമ കൂടെ നരിവേട്ടയായിരിക്കും. ഈ കഥാപാത്രങ്ങൾ, അവരുടെ മാനറിസം, അവരുടെ ഭാഷ, അപ്പോൾ ഇതിനകത്ത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓൺ ഗ്രൗണ്ടിൽ പോയിട്ട് സ്റ്റഡീസ് നടന്നതാണോ? അല്ല, ആക്ച്വലി അത് കഥ ആ ഡയലോഗ്സ് ഒക്കെ ഇപ്പോൾ ഓൾറെഡി ഉണ്ടല്ലോ. ആ ക്യാരക്ടറിന്റെ റെഫറൻസ് ആൾക്കാരിലേക്ക് കൊടുക്കുക, ആ സൂചന കൊടുക്കുക എന്നുള്ളത് ഈ സിനിമയുടെ സ്വഭാവം എന്താണ്, ഇത് എങ്ങോട്ടാണ് ഈ സിനിമ പോകുന്നത് എന്നൊക്കെയുള്ള ആദ്യത്തെ ഓപ്പറേഷനായിട്ടുള്ള കണക്ട് ആണത്. അപ്പം ആര്യ സലീം എന്നുള്ള ആളാണ് അത് ചെയ്തിരിക്കുന്നത്. നേരത്തെ സിനിമകൾ ചെയ്തതാണ്. അപ്പം ആര്യയുടെ മുൻപിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന റെഫറൻസുകൾ ഒന്നും തന്നെ ഇപ്പോൾ CK ജാനുവിന് ബന്ധപ്പെട്ട CK ജാനുവിനെ കാണിക്കുകയോ അല്ലെങ്കിൽ അവരുടെ വീഡിയോ എടുത്ത് കാണിക്കുകയോ ഒന്നുമല്ല ചെയ്തത്. നമ്മൾ ഒരു സാധനം സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ഡയലോഗിലേക്ക് അവരെ കൊണ്ടുവരിക ചെയ്തത്. അപ്പം അബോധപൂർവമായി എന്തെങ്കിലും അതിനകത്ത് സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ആര്യ ചിലപ്പം പോയി രാത്രി ഇരുന്ന് പോയി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ആര്യയോട് ചോദിക്കേണ്ട കാര്യമാണ്. പക്ഷേ എനിക്ക് വേണ്ടത് എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. നടത്തത്തിൽ ഇങ്ങനെയാണ്, നോട്ടത്തിൽ പുരികൻ ചുളിച്ച് നോക്കണം എന്നൊക്കെ, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ശരിക്കും വീണ്ടും ഡയറക്ടർ തന്നെയാണ്.